ഈ മന്ധരയുമായിട്ടുള്ള കുറച്ച് നേരത്തെ ദുസ്സംഗം കൊണ്ട് എന്തായി? അവൾ എന്താ പറഞ്ഞത്? ശരിക്കും കൈകേയിയുടെ ദൗർബല്യത്തിനെ വിലയിരുത്തി. എങ്ങനെയാ എന്ത് ചെയ്തിട്ടും കൈകേയി തൻ്റെ വശത്തിലാക്കാൻ പറ്റണില്ല. പിണഞ്ഞ് പരിശ്രമിച്ചു. അവസാനം ഒരു തുറുപ്പ് ഷീട്ടിറക്കി. നിനക്കറിയോ മഹാരാജാവ് നിന്നെ വഞ്ചിച്ചത് എന്തുദ്ദേശത്തിനാ? അമ്മാവൻ്റെ അവിടേക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് ഭരതശത്രുഘ്നന്മാരെ അയച്ചെന്നറിയോ? ഇതൊക്കെ പ്ലാൻഡാ. മഹാരാജാവ് വെൽ പ്ലാൻഡാ, മുൻകൂട്ടി പ്ലാൻ ചെയ്തത്. അത് അല്ലെങ്കിൽ അവർ വരണേന് മുമ്പ് ഓവർനൈറ്റ് നേരം വെളുക്കുമ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ അവരില്ലാത്തപ്പോൾ ഈ പട്ടാഭിഷേകം ചെയ്യണോ? അവർ വരേണ്ട കാത്തിരുന്നൂടെ? അപ്പം ഇതൊക്കെ മഹാരാജാവിൻ്റെ കള്ള നീക്കങ്ങളാണ്. നീ അതൊന്നും അറിഞ്ഞില്ല. ആരുമില്ല ഈ കൊട്ടാരത്തിൽ നിനക്ക് സഹായം ചെയ്യാൻ. ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ ഉണ്ടാവുക? രാമൻ രാജാവായാൽ രാജമാതാവായി സുഖിക്കാൻ കൗസല്യയ്ക്ക്, ലക്ഷ്മണൻ്റെ അമ്മയ്ക്കും എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടും അല്ലേ? രാമൻ്റെ മന്ത്രിസ്ഥാനം കിട്ടും. ഭരതൻ്റെ സ്ഥിതി, നിൻ്റെ സന്ധി എന്താവും? നിനക്കിവിടെ കഴിഞ്ഞുകൂടണമെങ്കിൽ കൗസല്യയുടെ ദാസിയാവേണ്ടി വരും. മനസ്സിലായോ? ഭരതനെ കൊന്നാലും മതി, കാട്ടിൽ നാട് കടത്തിയാലും മതി. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതം ഇരുളടഞ്ഞതാവും. സപത്നി ദുഃഖം ഏറ്റവും വലുതാ. അതിൽ വേഗം മരിക്കുക. ഇത് ഒരു സ്ത്രീയുടെ ദൗർബല്യമാണ്. അതിൽ ശരിക്കും കയറി പിടിച്ചു ആര്? മന്ധര. അതിലാണ് കൈകേയും വീണുപോയത്. രാമൻ രാജാവായാൽ തനിക്കും തൻ്റെ പുത്രനും ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കൈകേയി ആകെ മാറി. കൈകേയിൽ ഭാവപ്പകർച്ച കണ്ടു അല്ലേ? അപ്പം പിന്നെ കുറേശ്ശെ ഇഞ്ചക്ഷൻ കൂടുതൽ ഡോസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്ത് പൂർണ്ണമായും കൈകേയി തനിക്ക് വിധേയയായി എന്ന് മനസ്സിലായോ? എത്ര സൽഗുണസമ്പന്നനായാലും, എത്ര വിവേകിയായാലും, എത്ര വലിയ ആളായാലും കുറച്ച് നേരത്തെ ദുസ്സംഗം കൊണ്ട് ദുഷിച്ചു പോകും. കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന് പറയണം അല്ലേ? അതിൻ്റെ പ്രകാശം കാണില്ല. ഇതുപോലെ എത്ര മഹാനായാലും ദുസ്സംഗത്തിൻ്റെ ഫലമായിട്ട് അവൻ ദുഷിച്ചു പോകും, എല്ലാവരും നിന്ദിതനായിത്തീരും. അതുകൊണ്ട് ദുസ്സംഗം ഏറ്റവർജിക്കണം. ദുസ്സംഗ സർവദാ ത്യാജ്യ ഏവാന്നാണ് നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയുക. സർവപ്രകാരേണയും ദുസ്സംഗം നിർത്തണം. സത്സംഗ സദാ സേവ്യ. സത്സംഗമാണ് നിരന്തരം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആട്ടെ, അപ്പോഴേക്കും കൈകേയി തൻ്റെ കയ്യിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വഴി? കൈകേയിക്ക് നിശ്ചയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മഹാരാജാവ് നിശ്ചയിച്ചില്ലേ, നടക്കില്ലേ ഇപ്പോൾ? അത് മാറ്റാനൊരു വഴിയുണ്ട്. എന്താ? നീ ഒന്ന് മനസ്സ് വെച്ചാൽ സാധിക്കും. ഇതല്ലേ പറഞ്ഞത്? എന്താ? കൈകേയിക്ക് പോലും ഓർമ്മയില്ല പണ്ട് ദേവാസുര യുദ്ധത്തിൽ സഹായിക്കാൻ പോയപ്പോൾ 2 വരം കൊടുത്തത്. കൈകേയി പോലും ഓർക്കണില്ല. മന്ധര അതൊക്കെ ഓർമ്മിച്ചുണ്ട്. മന്ധരോട് ഇവൾ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കൈകേയി. അവളാണ് പറയണത്, നിനക്ക് പണ്ട് ഇങ്ങനെ 2 വരം തന്നിട്ടില്ലേ? അതിപ്പം ചോദിക്കണം. രാജാവ് ഒന്ന് വരും രാത്രി. അപ്പം നീ എന്ത് ചെയ്യണം? മുഷിഞ്ഞ് വസ്ത്രക്കൂട്ട് നീ അവിടെ പോയി ക്രോധാലയത്തിൽ പോയിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കണം. രാജാവ് രാമനെ തൊട്ട് സത്യം ചെയ്യുന്നത് വരെ നീ സത്യക്കാര്യം പറയരുത്. രാമനാണ് രാജാവിൻ്റെ വീക്ക്നെസ് അറിയാം. രാമനെ തൊട്ട് സത്യം ചെയ്താലോ നീ പറയണ 2 വരം തരാൻ പറയണം. എന്താ അത്? ഒന്ന്, ഈ രാമൻ ഒരുക്കിയ സംഭാരങ്ങളെ കൊണ്ട് ഭരതനെ രാജാവാക്കണം അയോധ്യയുടെ. രണ്ടാമതോ, രാമൻ അവിടെ നിന്നാൽ രാഷ്ട്രീയ പരിതസ്ഥിതിയൊക്കെ അനുകൂലമാവില്ല ഭരതന്. അത് നല്ലോണം അറിയാം. മനസ്സിലായോ? അതുകൊണ്ട് പ്രജകൾ മുഴുവൻ രാമൻ്റെ ഭാഗത്താണ്. എല്ലാവരും രാമൻ്റെ രാജാവാൻ രാത്രിയാകുന്ന നിശാചരി പോണില്ലല്ലോ എന്ന് പറഞ്ഞ്, രാക്ഷസി പോണില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. അതുകൊണ്ട് അവരാരും സമ്മതിക്കില്ല, ഒറ്റക്കെട്ടായിട്ട് തീർക്കും. അതുകൊണ്ട് രാമൻ നേരം വെളുത്താൽ ഇവിടെ കാണാൻ പാടില്ല. മുനിവൃത്തി സ്വീകരിച്ച കാട്ടിൽ പോകണം 14 വർഷം. ഈ 2 വരം നീ മേടിക്കാമോ? നിൻ്റെയും കുട്ടിയുടെയും കാര്യം സുരക്ഷിതമാവും. മാത്രമല്ല, നിൻ്റെ അച്ഛൻ എന്തുദ്ദേശിച്ച് നിന്നെ ഈ കാരണവർക്ക് കൊടുത്തുവോ ആ അച്ഛൻ്റെയും സങ്കല്പം നടക്കും. ഇതൊക്കെ കേട്ടപ്പോൾ കൈകേയി പൂർണ്ണമായും വിധേയായി കൈകേയി പോയി കിടന്നു അല്ലേ? അപ്പം അതുവരെ കൗസല്യാണ് പറഞ്ഞത് ഇവർ കാമുകനും കാമുകിയാണ് അല്ലേ? ഭർത്താവിനെതിരെ ഒന്നും പറയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത കൈകേയിക്കെതിരെ ഒന്നും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യാത്ത മഹാരാജാവ്. അവരുടെ ഉള്ളിൽ ഇതുവരെ സ്വാർത്ഥതയുണ്ടായില്ല. സ്വാർത്ഥതയെ കുത്തിവെച്ചു മന്ധര. അതോടെയോ അത്രയും സപത്നിയാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, കൗസല്യ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അവർ കാമുകനാന്ന്. ആ ബന്ധം പൊളിഞ്ഞോ? ചിന്തിച്ചു നോക്കൂ. അതുവരെ അത്രയും സന്തോഷമായി. മഹാരാജാവ് കൈകേയി വിവാഹം കഴിച്ചതിന് ശേഷം കൗസല്യയും സുമിത്രയും അവഗണിച്ചു എന്ന് പറയണത്. അത് മഹാരാജാവ് തന്നെ ആത്മകഥം പറയുന്നുണ്ട്. അതിൻ്റെ ഫലം അന്ന് വിളന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന്. മാത്രമല്ല, അത് കൈമുതലെടുത്തുകൊണ്ട് ഇവരുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച രാജാവ് അതുകൊണ്ട് ഇവിടെ അപ്പർ ഹാൻഡ് എടുത്ത് അവരെ ഇൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്. ആര്? കൈകേയി. അതും മന്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് കൗസല്യ മഹാറാണിയാവുമ്പോൾ എന്താവും? ഇതൊക്കെ പകരം ചോദിക്കും നിന്നോട്.
ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ നീ ചെയ്തതൊക്കെ. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയൊക്കെ അവിടെ കുടുംബത്തിൽ നടന്നത്. ഇതൊക്കെ നടക്കണില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ? എന്തിനത് പറഞ്ഞു? നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ നടന്ന ഒരു മുന്തര എത്ര നല്ല ബന്ധം വേണം അച്ഛനും അമ്മയും തമ്മിൽ, കാമുകി കാമുകനാവണം. പിന്നെ അങ്ങനെയാണെങ്കിലോ ഒരു ഭർത്താവ്, ഒരു പുരുഷൻ അന്യ സ്ത്രീയെ മോഹിക്കില്ല, ഒരു സ്ത്രീ അന്യ പുരുഷനെ മോഹിക്കില്ല. ശരിയല്ലേ? ഇവിടെ സ്ത്രീ പീഡനം ഉണ്ടാവില്ല, പുരുഷ പീഡനം ഉണ്ടാവില്ല. ശരിയല്ലേ?